യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ സെപ്റ്റംബർ 25 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് സെപ്റ്റംബർ 26 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ ഭവനത്തിലെത്തുവാൻ കർത്താവിനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഉണർവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ എല്ലാം ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചില ചിട്ടകളുണ്ടാവും. ഒരു സിസ്റ്റത്തിലായിരിക്കും പോകുന്നത്. എന്നാൽ അതിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുക, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി അതിലിടപെടുമ്പോൾ, ദൈവത്തിൻ്റെ കരം ചലിക്കുമ്പോൾ ആ സിസ്റ്റത്തിന് അപ്പുറമായി, നമ്മുടെ രീതികൾക്കപ്പുറമായി കർത്താവിൻ്റെ ചലനം അതിലുണ്ടാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സമയവും കാലവും നോക്കാതെ ചില ഉണർവുകൾ മുൻപോട്ട് പോയത്. എപ്പോഴാണോ മനുഷ്യൻ്റെ രീതികളിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുകയും ആ രീതികൾക്കപ്പുറമായി സൂപ്പർ നാച്ചുറലായി ചിലത് കർത്താവ് ചെയ്യുമ്പോൾ കർത്താവിനെ നമുക്ക് അനുഭവിക്കുവാനായി കഴിയുന്നു. ആർക്കും എതിർത്ത് പറയാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കുകയാണ്. നമ്മൾ ആയിരിക്കുന്നത് അവിടെയാണ്. കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത് ആ അനുഭവത്തിലാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിനിടമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കരം സൂപ്പർ നാച്ചുറലായി നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമായി, കാൽക്കുലേഷൻ അപ്പുറമായി, നാം ഇതുവരെ ആയിരുന്ന രീതികൾക്കപ്പുറമായി കർത്താവിൻ്റെ കരം നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ചലിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അത്ഭുതങ്ങൾ കൊണ്ട് ജീവിതം നിറയട്ടെ. എല്ലാവരും പറഞ്ഞേ റിവൈവൽ. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 months ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ആത്മലോകത്തെക്കുറിച്ച്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൂതന്മാരെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും. അതിലേക്ക് വീണ്ടും ഞാൻ വരും കേട്ടോ. കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആത്മലോകം എന്ന വിഷയത്തെക്കുറിച്ചും തൊടാൻ തയ്യാറായത്. സത്യത്തിൽ ഞാൻ ഉണർവുകളെ മനസ്സിലാക്കിയപ്പോൾ എല്ലാ ഉണർവിലും വളരെ വ്യക്തമായി സംഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് ഉണർവുകളെ പഠിച്ചാൽ മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ അതുവരെ നടന്നുകൊണ്ടിരുന്ന മീറ്റിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അവർക്ക് വ്യത്യസ്തമായൊരു അനുഭവത്തിലേക്ക് അവർ ലിഫ്റ്റഡ് ആകാതെ ഉണർവുകൾ നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അവർ പോയിക്കൊണ്ടിരുന്ന ട്രാക്കിൽ നിന്ന്, പോയിക്കൊണ്ടിരുന്ന രീതിയിൽ നിന്ന്, അവരുടെ സിസ്റ്റം, അവരുടെ ടൈം, അവരുടെ രീതികൾ, അതിൽ നിന്നെല്ലാം എവിടെ ഒന്ന് ബ്രേക്ക് ആകുമ്പോൾ, എവിടെ ഒന്ന് പൊട്ടിയിട്ട് വേറൊരു സിസ്റ്റം, വേറൊരു രീതി, ഇതുവരെ ഇല്ലാത്ത ഏതിലേക്ക് കടന്ന സമയത്താണ് എല്ലാവരും ഉണർവുകൾ അനുഭവിച്ചത്. നിങ്ങൾ ഏത് ഉണർവിനെ നോക്കിയാലും നമുക്കത് കാണാം. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, അവർ പോയിക്കൊണ്ടിരുന്ന സിസ്റ്റത്തിനകത്തേക്ക്,
എല്ലാവരും അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് പോയിക്കൊണ്ടിരുന്ന രീതിക്ക് അകത്തേക്ക് ദൈവം സന്ദർശിക്കാൻ തുടങ്ങുമ്പോഴാണ് ഉണർവ് പൊട്ടി പുറപ്പെടാനായി തുടങ്ങുന്നത്. ആമേൻ. അടുത്തിരിക്കുന്ന ഒരാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ ഒരു പോയിക്കൊണ്ടിരുന്ന രീതിക്ക് അകത്തേക്ക് ദൈവത്തിന്റെ കൈ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ സത്യത്തിൽ ഉണർവുകൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഞാൻ നിങ്ങളോട് പ്രവചിച്ച് പറയട്ടെ, നമ്മൾ പോയിക്കൊണ്ടിരുന്ന സിസ്റ്റത്തിനകത്തേക്ക് ദൈവത്തിന്റെ കൈകൾ വെളിപ്പെടുന്ന ദിവസങ്ങൾ വരുന്നു. ആ സിസ്റ്റങ്ങളെല്ലാം ബ്രേക്ക് ആകട്ടെ, രീതികളെല്ലാം പൊട്ടട്ടെ, അതിനപ്പുറത്ത് ദൈവത്തിന്റെ കൈകൾ ചലിക്കാൻ തുടങ്ങട്ടെ. ഞാൻ വിശ്വസിക്കുന്നത് ട്രിവാൻഡ്രത്തിനകത്ത് എന്റെ കൂടെ ഇന്നുള്ള ആളുകൾ തൂണുകളെ പോലെ എഴുന്നേറ്റ് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ പോകുന്ന സീസണുകൾ വരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയോടോ ഒരു പ്രസ്ഥാനത്തോടോ ഒരു കൂട്ടത്തോടോ വ്യക്തിപരമായി സന്ദർശിക്കുന്നതാണ് വാസ്തവത്തിൽ ഉണർവെന്ന് പറയുന്നത്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് പറയുവാണ്, ഞാനൊന്നും കൂടെ പറയാം, നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കാം. ഒന്ന് ശ്രദ്ധിച്ച്, ദൈവം ഒരു വ്യക്തിയോടോ ഒരു പ്രസ്ഥാനത്തോടോ ഒരു കൂട്ടത്തോടോ വ്യക്തിപരമായി ഇടപെടുന്നതാണ് വാസ്തവത്തിൽ ഉണർവ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, അവർ പോയിക്കൊണ്ടിരുന്ന സിസ്റ്റത്തിൽ നിന്ന് ദൈവത്തിന്റെ സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ തിരിക്കുന്നതാണ് വാസ്തവത്തിൽ ഉണർവ്. Come on. ഞാൻ നിങ്ങളോട് വ്യക്തിപരമായ ഒരു ദൂത് പറയട്ടെ, നിങ്ങളെ പലരെയും ദൈവം അവന്റെ താല്പര്യത്തിലേക്ക് തിരിക്കാൻ പോകുകയാണ്. ഓ, വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. This is that season. ഇതാ കാലഘട്ടമാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. എന്റെ താല്പര്യത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് ദൈവത്തിന്റെ താല്പര്യത്തിലേക്ക് കാര്യങ്ങളെ തിരിക്കുന്ന സീസണായി സ്തോത്രം. Come on, കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. ദൈവം ഭയങ്കര കാര്യമാണ്. ദൈവം ആ കാര്യങ്ങൾ തിരിക്കുന്ന രീതികൾക്ക് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ചിലയിടത്ത് ആ ഉണർവ് സംഭവിക്കുമ്പോൾ ദൈവം ആ സിസ്റ്റത്തെ തിരിക്കുന്നത് അവന്റെ ഗ്ലോറിയെ മാനിഫെസ്റ്റ് ചെയ്തായിരിക്കാം. ചിലയിടത്ത് ദൈവം തന്നെ ആ സിസ്റ്റത്തെ തിരിക്കുന്നത് സൂപ്പർ നാച്ചുറലായ വിസിറ്റേഷനിലൂടെയാകാം. കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞു. എന്നാൽ ചിലയിടത്ത് ദൈവം ആ സിസ്റ്റത്തെ തിരിക്കുന്നത് കൂടെ ഉണ്ടോ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കൊണ്ടാകാം. ചിലരിടത്ത് ദൈവം തിരിക്കുന്നത് ശക്തമായ റെവലേഷൻ കൊണ്ടാകാം. മറ്റേ എന്റെ കൂടെ ഉണ്ടോ? ചിലയിടത്ത് അതിശക്തമായ ശക്തിയെ വെളിപ്പെട്ടിട്ട് ആർക്കും കാണാൻ കഴിയാത്ത, ആർക്കും അനുഭവിക്കാൻ കഴിയാത്ത ഒരു പുതിയ പ്രതലം തുറന്നു വരാനിടയാകും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറ. നിങ്ങൾ ഏതാ ഏറ്റെടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ചിലത് ഈ സഭയ്ക്ക് ഉള്ളതാണ്, ചിലത് ഈ കൂട്ടത്തോടുള്ളതാണ്. ഇനി അടുത്ത വാക്ക് കുറച്ചും കൂടെ ഗൗരവമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന ലോകത്തിനെ കാളുപരി കാണാത്ത ലോകം മാനുഷിക കണ്ണുകളിൽ യാഥാർത്ഥ്യമാകുമ്പോഴാണ് ഉണർവ് സംഭവിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. നമ്മൾ ഈ കാണുന്ന ലോകമുണ്ട്. ഈ കാണുന്ന ലോകം ത്തേക്കാൾ യാഥാർത്ഥ്യമായിട്ട് കാണാത്ത ലോകം നമ്മുടെ ഇടയിൽ വ്യാപരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഉണർവ് നടക്കാൻ തുടങ്ങുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. കാണുന്ന ലോകത്തേക്കാൾ ഉപരി വേറെന്തോ അദൃശ്യമായൊരു ശക്തി, വേറെന്തോ കാണാത്തൊരു ലോകത്തിൽ നിന്ന് കാണുന്ന ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴാ നമ്മൾ പറയുന്നത് ഉണർവാ നടക്കുന്നതെന്നാ. ഞാൻ ചിലരെ നോക്കി ഒരു ദൂത് പറയുക എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളെ കാണാത്ത ലോകത്തിലുള്ള എന്തോ ഒന്ന്
ഈ പകൽ മുതൽ നിയന്ത്രിക്കുന്നതിനായി സ്തോത്രം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. നിങ്ങളുടെ വീടുകളിൽ ഉണർവ് നടക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് വേറെ ആരോ കയറി നിയന്ത്രിക്കാൻ തുടങ്ങും. ഉണർവ് നടക്കണമെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണ കൈതു പോയിട്ട് വേറെ ആരോ കയറി ഈ ഇടയ്ക്ക് നിയന്ത്രിക്കുന്നത് കാണാൻ കഴിയും. ചിലരെ വീട് നോക്കി പ്രവചിച്ചു പറയുക, രാത്രി പ്രാർത്ഥിക്കുന്നത് നിർത്താൻ കഴിയത്തില്ല, രാവിലെ പ്രാർത്ഥിക്കുന്നത് നിർത്താൻ കഴിയത്തില്ല. ആത്മാനുഭവങ്ങളിലേക്ക് സഭ എടുക്കപ്പെടുകയാണ്. ഒന്നും കൂടെ ഞാൻ പറയാം. കാണുന്ന ലോകത്തെ കാണാത്ത ലോകം നിയന്ത്രിക്കുന്നതിന്റെ വെളിപ്പെടുത്തലുകളാണ് വാസ്തവത്തിൽ റിവൈവൽ എന്ന് പറയുന്നത്. നമ്മുടെ ഭാഷയിലേക്ക് വരാം. ആത്മലോകം കയറി ഈ ലോകത്തിലേക്ക് കയറി നിയന്ത്രിക്കാൻ തുടങ്ങുന്നതാണ് ഉണർവെന്ന് പറയുന്നത്. ഞാനിത് പറയുമ്പോഴേ ചിലരുടെ ശരീരത്തിൽ ഷോക്ക് അടിക്കുന്ന പോലെയും ദൈവശക്തിയൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയാം. ആത്മലോകം കയറിയിട്ട് ഭൗമലോകത്തെ കയറി നിയന്ത്രിക്കുന്നതാണ് വാസ്തവത്തിൽ റിവൈവൽ. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുവോ, സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും താഴെയുള്ളത് സ്വപ്നങ്ങളാണ്, അതിൻ്റെ തൊട്ടുള്ളത് ഇമാജിനേഷൻസ് ആണ്, അതിൻ്റെ തൊട്ടുള്ളത് വിഷൻസ് ആണ്, അതിൻ്റെ തൊട്ടുള്ളത് ഹൊറോമ ആൻഡ് മാറയാണ്, അതിൻ്റെ തൊട്ടുള്ളത് എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് ഐസ്, ഓപ്പൺ ഐസിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വിഷൻസ് ആണ്. അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു സ്ഥലമുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ആത്മപ്രതലത്തിൽ നിന്ന് ഒരു ബുക്ക് എൻ്റെ കയ്യിൽ വന്നാൽ ആത്മപ്രതലത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് അക്ഷരീകമായി ബുക്കായി കൈ വെളിപ്പെട്ട് വരും. നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ അത് സാധാരണ കാര്യമായിരുന്നു. മന്ന മേളിൽ നിന്ന് വീഴുവോ, കാട വെടുന്ന വരികയാ, വെള്ളം പാറ തുറക്കുകയാ. ദൂത് നിങ്ങളോടാ. പഴയ നിയമ ഇസ്രായേലിനെ, കുഞ്ഞാട്ടിന്റെ രക്തം കൊടുത്ത ഇസ്രായേലിന് അത്ര കഴിയുമെങ്കിൽ സ്വന്തം പുത്രന്റെ രക്തം കൊടുത്ത് വാങ്ങിയ പുതിയ നിയമത്തിലെ സഭയ്ക്ക് എത്രയധികം അത് സാധ്യമാണ്. സോളി, പഴയ നിയമം ആരംഭിച്ചത് സ്പിരിച്വലി അല്ല, ഫിസിക്കലിയാ. ഫിസിക്കലി രക്തം പകർന്നിട്ടാ പോയെ. ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് യേശു കർത്താവിന്റെ രക്തം ഫിസിക്കലിയാ പകർന്നതെങ്കിലും നമ്മൾ അതിനെ റിസീവ് ചെയ്തത് സ്പിരിച്വലിയാ. കേറിയോന്ന് എനിക്ക് അറിയത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. എങ്കിൽ നമ്മൾ തുടങ്ങിയത് ഫിസിക്കലി അല്ല, സ്പിരിച്വലിയാ. കുറെ കൂടെ പവർ ആ മേഖലയിലുണ്ട്. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഒന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. ആത്മലോകം ഭൗമലോകത്തെ സന്ദർശിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ആത്മലോകം കണ്ടിന്യൂസ് ആയി പ്രസംഗിക്കുന്നത്. എനിക്ക് വേറെ പണിയില്ല എന്നുകൊണ്ടല്ല. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ? 1-ാം വാക്യം തുടങ്ങുന്നത് ശ്രദ്ധിക്കാവോ? ലൂക്കോസ് പറയുവാ, ഞാന് യേശുവിന്റെ കാലഘട്ടത്തിലെ ചരിത്രം ആളുകൾ തിരിച്ചറിയേണ്ടതിനായിരുന്നു ലൂക്കോസ് എന്ന് പറയുന്ന ഞാൻ ആദ്യം ലൂക്കോസിന്റെ ലേഖനം എഴുതിയത്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി എഴുതുന്നത് അതിനു വേണ്ടിയിട്ടല്ല. ലൂക്കോസ് ഡോക്ടറാണ്. പുള്ളി പറയുക, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവന് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു.
ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് ഞാനൊന്ന് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാചകം. മെനി infallible proofs and unquestionable demonstrations appear to them over the period of 40 days. നിങ്ങൾക്ക് എന്ത് സീരിയസ് പിടികിട്ടിയില്ല, പറയാവേ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു, വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞു. യേശു ശിഷ്യന്മാർക്ക് 40 ദിവസം പ്രത്യക്ഷമായി അല്ലേ? പക്ഷെ ആ 40 ദിവസത്തിന് പുറകിലേക്ക് നിങ്ങളൊന്ന് പോകണം. യേശു ക്രൂശിതനായി മരിച്ചു. എല്ലാവരും പറഞ്ഞേ, ഒരു സുപ്രഭാതത്തിൽ ഈ മരിച്ച യേശുവിനെ ശിഷ്യന്മാർ സഹിതം കല്ലറയിൽ വെച്ചത് ഇവരുടെ കണ്ണുകൊണ്ട് കണ്ടതാ. കുന്തം അകത്ത് കുത്തി തളച്ചതും രക്തവും വെള്ളവും ഒഴുകിയതും എല്ലാവരും കണ്ടതാ. മറിയ തന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റെന്ന്. ഇവർ പറഞ്ഞു നടക്കാൻ ചാൻസുള്ള കാര്യമല്ല. നിങ്ങൾക്കറിയാം, ശിഷ്യന്മാരുടെ നടുവിലേക്ക് കർത്താവ് ചെന്നു. നിങ്ങൾ ഈ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം കളയെ, അതിന് വരെ ഇങ്ങനെ ഒന്ന് ചിന്തിക്കേ. മരിച്ചൊരാള് അതുവരെ കൂടെ നടന്നിരുന്ന ആളുകളുടെ ഇടയിലേക്ക് വീണ്ടും ചെന്നു. നിങ്ങൾ യേശുവിനെ വിട, ആ ചിത്രം വിട. എങ്ങനെയാ പറഞ്ഞേ? മരിച്ചുപോയ ഒരാള്. എല്ലാവരും പറഞ്ഞേ, മരിച്ചുപോയ ഒരാള് അത്രയും 3-3.5 കൊല്ലം ഒരുമിച്ച് നടന്ന ഒരാളുടെ അടുക്കിലേക്ക് 3 ദിവസം കൊണ്ട് അടക്കിയത് ഇവർക്കറിയാം. 3 ദിവസം കഴിഞ്ഞിട്ട് ഇവരുടെ അടുക്കലേക്ക് ചെന്നുള്ള വെപ്രാളം നിങ്ങൾ ഊഹിക്കാവോ? നിങ്ങൾക്ക് യേശു ഉയർത്തെഴുന്നേറ്റ് എന്ന് കേട്ടതുകൊണ്ട് ഈ വെപ്രാളം വരുന്നില്ല. പക്ഷെ ശിഷ്യന്മാർക്ക് 3.5 കൊല്ലം കൂടെ നടന്നിട്ട് കൊണ്ട് അടക്കുന്നത് ഇവന്മാര് കണ്ടതാ. അടക്കി പൂട്ടി എല്ലാം അകത്ത് വെച്ചതിന് ശേഷം ഇതാ വേറൊരു ലോകം അവര് കാണുക. ഒരു വെള്ള വേഷമിട്ട്, ശ്രദ്ധിച്ചോണം, വെള്ള വേഷമിട്ട് തിളങ്ങുന്ന വേഷമിട്ട ഒരാള് പാറയുടെ മേൽ കാലിന് മേൽ കാല് കയറ്റി വെച്ചിട്ട് പറയുക, നിങ്ങൾ അന്വേഷിക്കുന്ന ആളില്ല, ആള് പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ്, കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരാൾ, ആ മരിച്ചയാള് അവരുടെ ഭിത്തിയുടെ ഇടയിൽ കൂടെ പുറത്തു വന്നൊന്ന് അടുക്കിൽ നിന്ന് സമാധാനം പറഞ്ഞ് ആർക്കെങ്കിലും ശ്വാസം കാണുമോ? ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഈ മരിച്ചിട്ട് 40 ദിവസം ശിഷ്യന്മാരുടെ കൂടി ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? വീണ്ടും ദൈവരാജ്യത്തെ കുറിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ? 3.5 കൊല്ലം ഇത് തന്നെയല്ലേ പഠിപ്പിച്ചേ? അടുത്തിരിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ 3.5 കൊല്ലം ഇത് തന്നെയല്ലേ പഠിപ്പിച്ചേ? മരിച്ചതിന് ശേഷം വീണ്ടും 3.5 കൊല്ലം പഠിപ്പിച്ച കാര്യം ശ്രദ്ധിച്ചേ. 3.5 കൊല്ലം പഠിപ്പിച്ച കാര്യം മരിച്ചിട്ട് ഉയർത്തിട്ട് 40 ദിവസം വീണ്ടും പഠിപ്പിക്കുവോ? ഞാൻ ചിന്തിച്ചു, എന്താ സംഭവിക്കുന്നേ? എന്നൊരു ഹല്ലേലൂയ പറയാവോ? ആ 40 ദിവസം കൊണ്ട് ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചെന്ന് നിങ്ങളോട് ഞാൻ പറയട്ടെ. ആ 40 ദിവസം കൊണ്ട് ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചെന്ന് പറയട്ടെ. അവർ യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ സ്വർഗവും ഈ ഭൂമിയും തമ്മിലുള്ള വിടവ്, ആ മതിൽക്കെട്ട് ഇടിഞ്ഞെന്നും തനിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലാമെന്നും അവിടുന്ന് ചിലർക്ക് ഇങ്ങോട്ട് വരാമെന്നും കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറ. നമ്മൾ കാണുന്ന ചിലത് ഇവിടെയുണ്ട്, കാണുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് കാണാത്തൊരു ലോകം, ആത്മലോകം, ദൈവരാജ്യം, അത് ഇതിനെ നിയന്ത്രിക്കുകയും അത് കാണുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും. ആ ഉണർവിൻ്റെ ചലനത്തെ നമുക്ക് മനസ്സിലാവും. കർത്താവ് ചിലത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാവും. ഈ കാലത്ത് ദൈവം അതിലാണ് നമ്മളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിലൂടെ അസാധാരണമായത്, ലോകത്തിന് വിവരിക്കാൻ കഴിയാത്തത്, നിർവചനം ഇല്ലാത്തത് നിങ്ങളുടെ കൈകളിലൂടെ ചലിക്കട്ടെ.
അസാധാരണമായ കാര്യങ്ങൾക്ക് സാക്ഷിയാകുവാൻ ഈ കാലത്ത് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തോർത്ത് നന്ദി പറയാം. നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ സമൂഹത്തിൽ ആ ഉണർവിൻ്റെ ചലനമുണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ശ്രീദേവി. മൂവാറ്റുപുഴയിൽ നിന്നാണ് സിസ്റ്റർ വരുന്നത്. സിസ്റ്ററിന് 4 മാസത്തിലേറെയായിട്ട് ചുമയും തൊണ്ടവേദനയുമായിരുന്നു. സിസ്റ്റർ പറയുന്നത് മാസത്തില് 3 പ്രാവശ്യം വെച്ച് ചുമ വരും. ചുമ വന്ന ശേഷം ചുമച്ച് തുപ്പുമ്പോൾ ബ്ലഡ് പോകുമായിരുന്നു. അപ്പോൾ സിസ്റ്ററിന്റെ അച്ഛന് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു, അതേപോലെ അനിയത്തിക്കും ക്യാൻസർ ആയിരുന്നു. അച്ഛനും ക്യാൻസർ ആയിരുന്നു, അനിയത്തിക്കും ക്യാൻസർ ആയിരുന്നു. അതുമൂലം സിസ്റ്ററിന് ഭയം തോന്നി ക്യാൻസർ ആയിരിക്കുമോ എന്ന്. എന്നാൽ നമ്മുടെ മാർച്ച് മാസത്തിലെ ടൗൺ ഹാൾ മീറ്റിംഗിൽ വന്ന് സിസ്റ്റർ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഇതുപോലെ ഒരു സാക്ഷ്യം പറയുന്ന സമയത്ത് ഒരു മാതാവിന് ബ്രസ്റ്റിൽ ക്യാൻസർ ആയിട്ട് അതുമൂലം ഒരു സിസ്റ്റർ ഭയത്തോടെ ആയിരിക്കുന്ന സിസ്റ്ററിന് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഈ സിസ്റ്ററും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ സൗഖ്യമായ സിസ്റ്റർ സാക്ഷ്യം. ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. 3-4 മാസമായിട്ട് എനിക്ക് തൊണ്ടവേദനയുടെ നീർക്കെട്ട് ചുമയുണ്ട്. ഒരു മാസത്തിൽ 3 പ്രാവശ്യമെങ്കിലും വരും. അപ്പൊ എനിക്ക് പേടിയായി. അച്ഛന് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. തൊണ്ടവേദനയും ക്യാൻസർ ഉണ്ടായിരുന്നു. അനിയത്തിക്കും അങ്ങനെയായിരുന്നു. അനിയത്തിയും ക്യാൻസർ ആയിരുന്നു, തലയില് ആയിരുന്നു. അപ്പൊ എനിക്ക് പേടിയായി. നിങ്ങൾ അറിയേണ്ടത്, ഒരു വീട്ടിനകത്ത് 2 പേർക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് ആ വീട് ഒരു ശാപത്തിന്റെ കീഴിലാണ്. പക്ഷെ നമ്മുടെ കർത്താവ് ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിപ്പാൻ ശക്തനാണ്. നിങ്ങൾക്ക് എൻ്റെ ട്രിവാൻഡ്രം ചർച്ചിനകത്ത് വരുന്ന ഒരു സഹോദരി ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വന്ന സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നു, അവരുടെ ഹസ്ബൻഡ് ക്യാൻസറായിട്ട് മരിച്ചുപോയി, അച്ഛൻ ക്യാൻസറായിട്ട് മരിച്ചുപോയി. വന്നപ്പോൾ ഇവർക്ക് 4 സ്റ്റേജ് ക്യാൻസറാണ്. തൊണ്ടയ്ക്കകത്തും ലങ്സിനകത്തും ബ്രസ്റ്റിനകത്തും യൂട്രസിനകത്തും ക്യാൻസറാണ്. ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഒരു മീറ്റിങ്ങിന് വന്നത്. ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഒരു നല്ല ലീഡറാണ് ക്യാൻസർ പരിപൂർണമായിട്ട് മാറിപ്പോയി. അസിസ്റ്റന്റിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു ക്യാൻസറായിട്ട്. കൊച്ചായിട്ട് ഒരു 27 വയസ്സും കണ്ടേ ഉള്ളൂ. രണ്ട് കൊച്ചുങ്ങളുണ്ട്. ഒരു കൊച്ചു പൊടി കൊച്ചാ ഒരെണ്ണം. അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ വീട്ടിൽ 2 പേര് മരിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മാനസിക സ്ഥിതിയും ചിന്തിക്കാവോ? അതേപോലെയാണ് എനിക്കും വന്നിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് രക്ഷിക്കാൻ എൻ്റെ യേശുവിന് കഴിഞ്ഞു. എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. ഞാൻ ഈ ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുവാണ്, എന്നോട് കർത്താവ് സംസാരിക്കുകയാണ്, ഈ ചേച്ചിയുടെ വീട്ടിൽ ഇന്ന് ഒരു വലിയ ഡെലിവറൻസും കൂടെ നടക്കാൻ പോകുകയാണ്. എനിക്ക് എൻ്റെ ഒരു വെളിപ്പാട് കാണുന്നത് ഞാൻ പറയട്ടെ. ഒരു സൈഡ് മുഴുവൻ തളർന്നുപോയ അല്ലെങ്കിൽ വാടിപ്പോയ ഒരു മരം എന്നെ കാണിച്ചു. കർത്താവിനോട് പറഞ്ഞു, അതേപോലെ ഇവരുടെ വീട്ടിൽ ചിലർ തളർന്നുപോയവരാണ്. ആമേൻ, ഹല്ലേലൂയ. എന്നാലും എനിക്കറിയത്തില്ല, ഭർത്താവിന് ഒരു വശം തളർന്ന് കാലിന് വിലവില്ല. എന്നാൽ ഞാൻ ചേച്ചിയോടൊരു ദൂത് പറയുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൈ എന്നോട് പറഞ്ഞു, ആ വീട്ടിൽ ചിലത് നടക്കാൻ പോവുക. നിങ്ങളാരും കൈയടിച്ചില്ലല്ലോ. എനിക്കത് അറിയത്തില്ല കേട്ടോ. ഇവരുടെ വീട്ടിൽ ഇവരുടെ ഹസ്ബൻഡ് തളർന്ന് കിടക്കാൻ എനിക്കറിയത്തില്ല. പക്ഷേ യേശുവിന് ചിലത് ചെയ്യാൻ അറിയാം. യേശു ചിലത് ചെയ്യുന്നവനാണ്. എന്നെ യൂട്യൂബിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോടൊരു ദൂത് പറയാം. നടക്കാൻ പറ്റത്തില്ല, തളർച്ചയായിട്ടിരിക്കുക. എന്നാ ചേച്ചിക്ക് ഫോണിൽ നിന്ന് വിളിക്കാവോ ചേട്ടനെ? ഹസ്ബൻഡിന് ഫോണുണ്ടോ? ഇല്ല. ഇനി വീട്ടിൽ ചെന്നതിന് ശേഷം ഞങ്ങളെ ഒന്ന് വിളിക്കണം. ഞാൻ ചേച്ചിയോട് ഒരു ദൂത് പറയാം. ചേച്ചിയുടെ ഹസ്ബൻഡ് കാല് അടുത്ത മാസത്തെ സാക്ഷ്യം അയാൾ പറയാൻ കൂടെ കാണും. യേശു ചിലത് ചെയ്യാൻ പോവാ. യേശു ചിലത് ചെയ്യാൻ പോവാ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് സെപ്റ്റംബർ 15 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം, തിരുവനന്തപുരം. മിറക്കിൾ സൺഡേ കൊല്ലത്ത് സെപ്റ്റംബർ 22 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും സെപ്റ്റംബർ 29 രാവിലെ 8:30 മുതൽ. ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. വൈകുന്നേരം 4:30 മുതൽ. ഷീല കല്യാണ മണ്ഡപം, പാറശാല. സൗഖ്യം എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ മറ്റുള്ളവർ പറയും, എങ്ങനെയാണ് സൗഖ്യമാകുന്നത്?
അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇന്ന ഇന്ന ഘടനകൾക്ക് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? എന്നാൽ മനുഷ്യന് കാണാൻ കഴിയുന്ന ചിലതുണ്ട്, എന്നാൽ കാണാൻ കഴിയാത്തൊരു ലോകത്ത് നിന്ന് ചിലത് അതിനെ നിയന്ത്രിക്കുന്നു. അത് വെളിപ്പെട്ട് വരുന്നു. ആ സൗഖ്യം ദൈവത്തിൽ നിന്നുള്ളതാകുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ലൈഫിലെ, നിങ്ങളുടെ ശരീരത്തിലെ രോഗമാകാം, അല്ല നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളാകാം, അല്ല നമ്മളുടെ കാൽക്കുലേഷൻ കൊണ്ട് എനിക്കവിടെ എത്താൻ കഴിയത്തില്ല എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളാകാം, സാമ്പത്തിക ഞെരുക്കമാകാം, ഏതുമായിക്കൊള്ളട്ടെ. എന്നെ നിയന്ത്രിക്കേണ്ട ദൈവശക്തി, എന്നിൽ ചലിക്കേണ്ട കർത്താവിൻ്റെ കരം അതെപ്പോൾ ചലിക്കുവാൻ തുടങ്ങുന്നു? എൻ്റെ കാൽക്കുലേഷൻ അപ്പുറമായിട്ട് അല്ല, കാണുന്ന ചിലതുണ്ട്, എന്നാൽ കാണാത്ത ചിലത് അത് ഞാൻ അനുഭവിക്കുവാനായി തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അതുണ്ടാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അത് അനുഭവിക്കാൻ ക്രിസ്തു നമുക്ക് വേണ്ടി വില കൊടുക്കുവാനിടയായി. അതിലാണ് ഞാൻ ജീവിക്കേണ്ടത്, അതിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവേ, അപ്പോൾ അത് ചലിക്കട്ടെ. അപ്പോൾ ആർക്കും എതിർത്ത് പറയുവാൻ കഴിയാത്ത വിധത്തിൽ, ആർക്കും എതിർക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ കരം അതിനെ നിയന്ത്രിക്കട്ടെ, ഈ വീടുകളെ നിയന്ത്രിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലായിരിക്കുന്ന സകല മേഖലയിലും ആ ചലനമുണ്ടാകട്ടെ. അപ്പോൾ ചലനമുണ്ടാകട്ടെ. അപ്പോൾ ചലനമുണ്ടാകട്ടെ. അപ്പോൾ ശ്വാസമുട്ടലായി പ്രയാസപ്പെടുന്ന ഒരു സിസ്റ്ററെ കർത്താവ് അത് ജന്മന ഉള്ളതുപോലെയാണ്, അതൊരിക്കലും മാറത്തില്ല എന്ന് ചിന്തിച്ച് പാരമ്പര്യമായി ഉണ്ടെന്ന് പറയുന്നതാണ്. പക്ഷേ അത് നിൻ്റെ ലൈഫിൽ നിന്ന് നീങ്ങിപ്പോവുകയാണ്, അത് നിൻ്റെ ലൈഫിൽ നിന്ന് നീങ്ങിപ്പോവുകയാണ്. കർത്താവിൻ്റെ കരം ഇപ്പോൾ ചലിക്കുകയാണ്. ഇനി ആ ശത്രു നിന്നെ തൊടത്തില്ല, ഇനി അത് നിൻ്റെ ജീവിതത്തിൽ വരത്തില്ല. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. മണ്ണിടിഞ്ഞ് വീണിട്ടോ അല്ലെങ്കിൽ അതേപോലെ തിട്ടയിടിഞ്ഞ് വീണിട്ടോ തൻ്റെ പുറത്ത് വീണ് ഡിസ്കിന് പ്രയാസമായിട്ട് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ. കർത്താവേ, തൻ്റെ ലൈഫ് തീർന്നു, ഇനി അതിൽ തനിക്കൊരു ട്രീറ്റ്മെൻറ്റിലൂടെ പോലും ഒരു സൗഖ്യമില്ല എന്ന് ചിന്തിച്ചിട്ടാണ് ആ വ്യക്തി ആയിരിക്കുന്നത്. കർത്താവേ, എന്നാൽ നിൻ്റെ കൃപ, നിൻ്റെ സൗഖ്യം ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ചലിക്കട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ചലിക്കട്ടെ അപ്പാ. അപ്പാ, നിന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും നിൻ്റെ കൃപ ഒരു ഇതും കൂടെ കർത്താവിനെ കാണിക്കുന്നു. മഷി തിന്നുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് മഷി മണം ഇഷ്ടമാണ്. ഇങ്ക് എപ്പോഴും വായി വെച്ച്, പേന എപ്പോഴും വായി വെക്കുന്ന ഒരു കുഞ്ഞിനെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞ് സൗഖ്യമാകട്ടെ അപ്പാ. ആ പ്രവണത തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ, ആ ഇരുട്ടിൻ്റെ പ്രവൃത്തി തൻ്റെ ലൈഫിൽ നിന്ന് മാറിപ്പോകട്ടെ. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും കർത്താവിൻ്റെ കൃപ ചലിച്ചിരിക്കാൻ നന്ദി. ഇവർ സൗഖ്യത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ വീടുകളിലായിരിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ എപ്പോഴും ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു.